പ്രതിപക്ഷത്തെ സംഘടിപ്പിച്ച് സമാനതകളില്ലാത്ത ഒരു ഐക്യത്തിനായി പ്രിയങ്ക ഗാന്ധി ഒരുങ്ങുമ്പോൾ ഉറപ്പായും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ബി.ജെ.പി. നേതൃത്വത്തിനും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധി എത്തിയ നിമിഷം മുതൽ തന്നെ എങ്ങനെ അവരെ സസ്പെൻഡ് ചെയ്യാം, എങ്ങനെ അവരെ അയോഗ്യരാക്കാം, എങ്ങനെ രാഹുൽ ഗാന്ധിക്കെതിരെ നിയമയുദ്ധം നടത്തി അദ്ദേഹത്തിന്റെ എം.പി. സ്ഥാനം റദ്ദാക്കാം, ഇതൊക്കെയായിരുന്നു ഇരുവരും ഗവേഷണം നടത്തിക്കൊണ്ടിരുന്നത്. അല്ലാതെ ഈ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളെപ്പറ്റിയോ രാജ്യത്തിന്റെ പുരോഗതിയെ ബാധിക്കുന്ന സംഭവത്തിനെ പറ്റിയോ കോർപ്പറേറ്റ് ഭീമന്മാർ കൊള്ളയടിച്ച് നാട് കുട്ടിച്ചോറാക്കുന്നതിനെ പറ്റിയോ ഒന്നും അവർക്ക് വേവലാതിയില്ല. 140 കോടി ഇന്ത്യൻ ജനതയെക്കുറിച്ച് അവർക്ക് വേവലാതിയില്ല. അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്, കേവല ഭൂരിപക്ഷമില്ലാത്ത ബി.ജെ.പിയുടെ ഈ തട്ടിക്കൂട്ട് സർക്കാർ 5 കൊല്ലം പോയിട്ട് 1 കൊല്ലം പോലും തികയ്ക്കുകയില്ല എന്ന്. 2025 ഒരു രാജിയുണ്ടാകും. നരേന്ദ്രമോദിയുടെ അവസാനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 75 വയസ്സ് തികയുന്ന ഒരു വ്യക്തിയെ ബൈലോ പ്രകാരം ബി.ജെ.പി. പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കേണ്ടതാണ്. നരേന്ദ്രമോദി ബി.ജെ.പിക്ക് അതീതനുമല്ല. ലാൽകൃഷ്ണ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയുമൊക്കെ ഒതുക്കി എല്ലാം തന്റെ പക്കലാണെന്ന് അഹങ്കരിക്കുന്ന മോദി ഷാമാരെ നിലയ്ക്ക് നിർത്താൻ ബി.ജെ.പിക്കുള്ളിൽ തന്നെ പടക്കോപ്പ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഗഡ്കരിയാണ് ഇതിന്റെ ബാറ്റൺ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നത് കൃത്യമായും 1 കൊല്ലത്തിനകം 1 ഇന്ത്യ 1 ഇലക്ഷൻ അല്ല, ന്യൂ ഇലക്ഷൻ ഇൻ ഇന്ത്യ എന്നാണ്. അതിനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിലേക്ക് വീണ്ടും ജനാധിപത്യത്തിന്റെ തെരഞ്ഞെടുപ്പ് നടക്കും. കള്ളക്കളികൾ കളിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തൂത്തറിയാൻ നിർണായക വിധി സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാകാനുള്ള ചരിത്ര നീക്കത്തിനു വേണ്ടി രാഹുൽ ഗാന്ധി സാക്ഷ്യം വഹിക്കും. ഇതൊരു പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ വിജയിച്ചേ മതിയാകൂ. ബി.ജെ.പിയുടെ കള്ളക്കളികൾ പൊളിച്ചെടുക്കുക, എങ്ങും വർഗീയ വിഷം തുപ്പുന്ന രീതിയിൽ വിദ്യുത്സകമായ പ്രസംഗം നടത്തി ജനങ്ങളെ തമ്മിലടിപ്പിച്ച് രക്തം മുറ്റിക്കുടിക്കുന്നവരെ പിഴുതെറിയാൻ കിട്ടിയ സുവർണാവസരമാണ് ഇതെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയെ ഭേദഗതി ചെയ്ത് കളയും. അംബേദ്കറെ പേര് പോലും ഉച്ചരിക്കരുത്, അതിനു പകരം ദൈവത്തിനെ വിചാരിക്കൂ, നിങ്ങൾക്ക് സ്വർഗമെങ്കിലും കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കൊലവിളി നടത്തുന്നവർക്ക് മറുപടി കൊടുക്കുക എന്ന ചരിത്ര ദൗത്യമാണ് പ്രിയങ്കയുടേത്.